Dear students, welcome to Learner's World. In this video, I'm going to talk about C.V. Raman as a science communicator, a historical perspective by G.V. Pavankumar, FIUGP, AC English Science, first semester, Calicut University. Summary of C.V. Raman as a science communicator, a historical perspective. Sir Chandrasekhara Venkata Raman, one of India's most celebrated physicists and the country's first Nobel laureate in the sciences, was not only a pioneering researcher but also an exceptional teacher and a remarkable public communicator for science. സി വി രാമൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിസിസ്റ്റാണ്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് നൊബേൽ ലോറേറ്റാണ് സയൻസിന്. അതോടൊപ്പം തന്നെ റിസർച്ചറാണ്, ടീച്ചറാണ്, പബ്ലിക് കമ്മ്യൂണിക്കേറ്ററാണ്. സയൻസിനെ കുറിച്ചിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുള്ള ആളാണ്. The essay C.V. Raman as a Science Communicator, a Historical Perspective by G.V. Pavankumar highlights the multifaceted personality of Raman, exploring his influential roles in research, education and public engagement. അപ്പോൾ ജി വി പവൻകുമാർ ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് സി വി രാമൻ്റെ മൾട്ടിഫെസറ്റഡ് പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം ഒരേ സമയം റിസർച്ചറാണ്, അദ്ദേഹം ടീച്ചറാണ്, ഒരു കമ്മ്യൂണിക്കേറ്ററാണ്. Raman's role as a teacher was rooted in his deep belief in experimentation as the heart of scientific inquiry. അപ്പോൾ സി വി രാമൻ്റെ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള റോള് തൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് ആണ് ഈ ഒരു റോള് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. He maintained the research was a collective endeavor that required the cooperation of both mind and hands. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് റിസർച്ച് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവായിട്ടുള്ള പ്രോസസ്സാണ്. അതിന് കോപ്പറേഷൻ, അതായത് മനസ്സും അതേസമയം തന്നെ കൈയും ഒരേ സമയം വർക്ക് ചെയ്യണം റിസർച്ചിന് എന്നാണ് പറയുന്നത്. At Calcutta and later at Bangalore, he trained his students in modern research techniques and fundamental physics, ensuring that they developed strong laboratory skills. കൽക്കട്ടയിലും ബാംഗ്ലൂരൊക്കെ അദ്ദേഹം ഒരുപാട് കുട്ടികൾക്ക് ട്രെയിനിങ് നൽകിയിട്ടുണ്ട് മോഡേൺ റിസർച്ച് ടെക്നിക്സിനെ കുറിച്ചിട്ട്. അതുപോലെ ഫണ്ടമെൻ്റൽ ഫിസിക്സ് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു ഇതിലൂടെ ഇവർക്ക് നല്ലൊരു ലബോറട്ടറി സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. Raman's teaching style was marked by freshness, curiosity and enthusiasm. സി വി രാമൻ്റെ ടീച്ചിങ് സ്റ്റൈല് എന്ന് പറയുന്നത് എപ്പോഴും പുതുമയുള്ളതായിരുന്നു. അതുപോലെ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു, അതുപോലെ എന്തൂസിയാസം, നല്ല ആവേശം ഉണ്ടായിരുന്നു. He believed that a good researcher must bring the latest research ideas into the classroom, thereby transforming ordinary pedagogy into inspiring instruction. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് നല്ലൊരു ഗവേഷകൻ ക്ലാസ് റൂമിലേക്ക് ഈ ഒരു റിസർച്ചിൻ്റെ ഐഡിയാസ് കൊണ്ടുവരും എന്നുള്ളതായിരുന്നു. As I.A. Ramadas observed, this emphasis on questioning and independent thinking encouraged students to master even the most challenging subjects, including classical physics, quantum theory and physical optics. അപ്പോൾ അയ്യ രാമദാസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി വി രാമനെ കുറിച്ചിട്ട്, അതായത് എന്തും ചോദ്യം ചെയ്യാനും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും ഈ കുട്ടികളെ എൻകറേജ് ചെയ്തു. അതായത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആയിട്ടുള്ള ക്ലാസിക്കൽ ഫിസിക്സ്, ക്വാണ്ടം തിയറി, ഫിസിക്കൽ ഒപ്റ്റിക്സ്, ഇതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ, ഇതിലൊക്കെ മാസ്റ്റർ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. Beyond the classroom, Raman was gifted public communicator. ക്ലാസ് റൂമിന് ഉപരിയായിട്ട് ക്ലാസ് റൂമിന് പുറത്ത് പബ്ലിക്കുമായിട്ട് അദ്ദേഹം ആശയവിനിമയം നടത്തുമായിരുന്നു എന്നാണ് പറയുന്നത്. Known for his eloquence, spontaneous humor and dramatic flair, he effortlessly connected with audience ranging from college students to general public. അതായത് നല്ല ഒരു ഹ്യൂമർ സെൻസ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു ആളും കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. സ്റ്റുഡൻസിൻ്റെ ഉള്ള കമ്മ്യൂണിക്കേഷന് ഉപരിയായിട്ട് പബ്ലിക്കിനോട് സയൻസിനെ കുറിച്ചിട്ട് അദ്ദേഹം സംസാരിക്കുമായിരുന്നു. His lectures often extended beyond science, sometimes touching on diverse topics such as Egyptian history. സയൻസ് മാത്രം ആവണമെന്നില്ല, ചിലപ്പോൾ അതിലുപരിയായിട്ട്
പല കാര്യങ്ങളും അവർ പബ്ലിക്കുമായിട്ട് സംസാരിക്കാറുണ്ട്. ഒരു പക്ഷേ ഈജിപ്ഷ്യൻ ഹിസ്റ്ററി പോലെയുള്ള ഡൈവേഴ്സ് ടോപ്പിക്സ്, ഡിഫറെൻറ്റ് ടോപ്പിക്സ് അവർ സംസാരിക്കാറുണ്ട്. വിത്ത് എ ഹൈ പിച്ച്ഡ് റെസണൻറ്റ് വോയിസ് റിച്ച് ഇൻ ഇമാജറി, രാമൻ മെയ്ഡ് കോംപ്ലക്സ് സയൻറ്റിഫിക് ഐഡിയാസ് എൻഗേജിങ് ആൻഡ് ആക്സസിബിൾ. അതായത് വളരെ ശക്തമായിട്ടുള്ള വോയിസ് ആയിരുന്നു സി വി രാമന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ വ്യക്തമായിരുന്നു എന്നാണ് പറയുന്നത്. ഹി ബിലീവ്ഡ് സ്ട്രോങ്ലി ദാറ്റ് ദ പബ്ലിക് ഡിസേർവ് ടു അണ്ടർസ്റ്റാൻഡ് സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ജനങ്ങൾ ഈ പബ്ലിക് അതായത് സയൻറ്റിഫിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, സയൻസിൻ്റെ പുരോഗതികളെ കുറിച്ചിട്ടൊക്കെ ജനങ്ങൾ അറിയണം എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ദിസ് കൺവിക്ഷൻ ലെഡ് ഹിം ടു ഡെലിവർ പോപ്പുലർ ടോക്സ് ഇൻക്ലൂഡിംഗ് ഹിസ് 1938 റേഡിയോ ലെക്ചർ ദ ന്യൂ ഫിസിക്സ് റവല്യൂഷണറി അഡ്വാൻസ്, വേർ ഹി ഡിസ്കസ്ഡ് എമർജിംഗ് ഫീൽഡ്സ് സച്ച് എസ് ലൈറ്റ് മാറ്റർ ഇൻട്രാക്ഷൻസ്. ഇത് ഈ ഒരു ശാസ്ത്രീയ പുരോഗതിയെക്കുറിച്ചിട്ട് പൊതുജനങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഈ വിശ്വാസമാണ് 1938 ദ ന്യൂ ഫിസിക്സ് റവല്യൂഷണറി അഡ്വാൻസ് എന്ന റേഡിയോ പ്രഭാഷണം അവതരിപ്പിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഇതിൽ പ്രകാശവസ്തു സംവേദനം പോലുള്ള പൊതുശാസ്ത്ര മേഖലകളെക്കുറിച്ചിട്ട് അദ്ദേഹം സംസാരിച്ചു. Unlike many scientists who prioritized research over public outreach, Raman viewed science communication as an essential responsibility. അതായത് ഗവേഷണത്തെ പ്രചാരണത്തേക്കാൾ കൂടുതലായി മുൻവിധിക്കുന്ന പല ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശാസ്ത്രപ്രചാരണം എന്ന് പറയുന്നത് ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണെന്ന് സി വി രാമൻ മനസ്സിലാക്കി. ദ essay also present Raman as a complex personality, bold, opinionated and intellectually uncompromising. ഈ ഒരു എസ്സെ പ്രസൻറ്റ് ചെയ്യുന്നത് സി വി രാമനെ ഒരു കോംപ്ലക്സ് പേഴ്സണാലിറ്റി ആയിട്ടാണ്, ഒരു സങ്കീർണമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. വളരെയധികം ബോൾഡാണ് അദ്ദേഹം. അതുപോലെ ഒപ്പീനിയനേറ്റഡ് ആണ്, അതായത് അഭിപ്രായമുള്ള ആളാണ്. അതുപോലെ ഇൻ്റലക്ച്വലി അൺകോംപ്രമൈസിങ് ആണ്. അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. Despite frequent disagreements with colleagues, he possessed a deep admiration for pioneering like Rutherford and Curie, seeing science as a collective human achievement. തൻ്റെ കൊളീഗ്സുമായിട്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹം റദർഫോർഡ്, ക്യൂരി ഇവരുമായിട്ടൊക്കെ വളരെയധികം അവരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്തിരുന്നു, അവരെയൊക്കെ ആരാധിച്ചിരുന്നു. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് സയൻസ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ഹ്യൂമൻ അച്ചീവ്മെൻ്റ് ആണ്, മനുഷ്യരുടെ കൂട്ടമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് സയൻസ് എന്നുള്ളതായിരുന്നു. ഈ ബിലീവ്ഡ് ദാറ്റ് സയൻസ് ഷേപ്ഡ് സൊസൈറ്റി ആൻഡ് ഹെൽഡ് ദ പവർ ടു അപ്ലിഫ്റ്റ് ഹ്യൂമാനിറ്റി. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് സയൻസാണ് സമൂഹത്തെ ഷേപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സയൻസിന് മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും, എസ്പെഷ്യലി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കൊളോണിയൽ ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ. അതായത് കൊളോണിയൽ ആ ഒരു കാലഘട്ടത്തിലും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ ആ ഒരു സാഹചര്യത്തിലൊക്കെയാണ് അദ്ദേഹം ഇത് വിശ്വസിച്ചിരുന്നത്. അതായത് സയൻസാണ് സമൂഹത്തെ വാർത്തെടുക്കുന്നത്, ഓരോ മനുഷ്യനെയും ഉയർത്തിക്കൊണ്ടുവരാൻ സയൻസിന് കഴിയുമെന്നുള്ളതൊക്കെ. ത്രൂ ഹിസ് കമ്പൈൻഡ് റോൾസ് ആസ് എ റിസർച്ചർ, ടീച്ചർ ആൻഡ് കമ്മ്യൂണിക്കേറ്റർ, രാമൻ ഡിവോട്ടഡ് ഹിംസെൽഫ് ടു അഡ്വക്കേറ്റിംഗ് സയൻസ് ആൻഡ് ഷെയറിംഗ് ഇറ്റ്സ് വണ്ടേഴ്സ് വിത്ത് നാഷൻ ആൻഡ് ദ വേൾഡ്. അപ്പോൾ അദ്ദേഹം ഒരേ സമയം റിസർച്ചറാണ്, ടീച്ചറാണ്, കമ്മ്യൂണിക്കേറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു റോളിലൂടെ അദ്ദേഹം ഒരു അഡ്വാൻസിങ് സയൻസ് അതിലേക്ക് അദ്ദേഹം സ്വന്തമായിട്ട് അർപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. അതുപോലെ ശാസ്ത്രത്തിൻ്റെ മഹത്വം രാജ്യത്തെയും ലോകത്തെയും പങ്കുവെക്കാൻ സി വി രാമൻ തൻ്റെ ജീവിതം ഇതിലൂടെ സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ.